മതം മർദ്ദിത ജീവിയുടെ നിശ്വാസമാണ്. ഹൃദയശൂന്യമായ ലോകത്തിന്റെ ഹൃദയമാണത്. അതുപോലെ തന്നെ ഉന്മേഷരഹിതമായ സാഹചര്യങ്ങളിലെ ലഹരിയാണത്. മതം ജനങ്ങളെ മയക്കുന്ന കറുപ്പാണ്. ഈ വാചകം പറഞ്ഞ ഒരു മഹത് വ്യക്തിയുണ്ട്. ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഒരുപാട് പേർക്ക് അറിയായിരിക്കും. അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം കമന്റ് ബോക്സിൽ. അപ്പോ ആ വ്യക്തി പറഞ്ഞതുപോലെ മതം ഇന്ന് മനുഷ്യനെ ഒരു വന്യമൃഗമാക്കി മാറ്റുകയാണ്. അതുപോലെ തന്നെ എന്തൊരു പ്രശ്നം വന്നാലും ഉടനെ മതത്തെ വലിച്ചങ്ങിടുക. അപ്പൊ പരിപാടി കഴിഞ്ഞു. കാരണം അത് കേൾക്കുമ്പോഴത്തേക്കും മറ്റേ ചാടി വീഴാൻ കുറെ മതത്തെ എടുത്ത് തലേ വെക്കുന്ന കുറെ മണ്ടന്മാരുണ്ട്. മതം നല്ലതാണ്, മതം ഒരിക്കലും ചീത്തതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അധികമായാൽ അമൃതും വിഷം. ആ ഒരു സംഗതി എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് എനിക്ക്. ഞാനും ഒരു വിശ്വാസിയാണ്. ഞാനും അമ്പലത്തിൽ പോകാറുണ്ട്. എനിക്ക് കുറച്ചു നേരം ഒന്ന് സമാധാനം കിട്ടണം. ഒരുപാട് പ്രശ്നങ്ങളിൽ കിടന്ന് വലയുമ്പോൾ ഞാൻ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഒരു യാത്ര, അതുമല്ലെങ്കിൽ അതൊന്നും പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നേരെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയി ഒരു 10 മിനിറ്റ് ഇരിക്കും. സമാധാനം കിട്ടും. ഭക്തി അല്ലെങ്കിൽ ഒരു ഈശ്വര വിശ്വാസം, അതല്ലെങ്കിൽ മതം എന്നുകൊണ്ടൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. എനിക്കൊരു ദൈവം, ഒരു പ്രതിഷ്ഠയുണ്ട്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് പോയിരിക്കുമ്പോൾ എനിക്കൊരു മനസ്സിനൊരു കുളിർമ കിട്ടുക. അതാണ് ഈ ദൈവങ്ങളും മതങ്ങളും ഒക്കെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനം. അല്ലാതെ അതിനെ വിറ്റ് കാശാക്കുക, ഇല്ലെങ്കിൽ അതിന്റെ പേരിലുള്ള അടിപിടി, എന്തെങ്കിലും ഒരു പ്രശ്നം ലൈഫിൽ വരുമ്പോൾ ഉടനെ അതിനെ കൊണ്ടുവന്നിടുക, ഇങ്ങനെയുള്ള ഒരു പരിപാടിയോട് എനിക്ക് വലിയ യോജിപ്പില്ല. അപ്പൊ അതൊക്കെ പോട്ടെ. ജസ്ന സലീം ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു തരാം. ഈ ഒരു സ്ത്രീ കൃഷ്ണന്റെ, നമ്മുടെ ഗുരുവായൂരപ്പന്റെ ഫോട്ടോ വരച്ച് ഫേമസ് ആയ ഒരു മുസ്ലിം സ്ത്രീയാണ്. ഒരു മുസ്ലിം സ്ത്രീ നമ്മുടെ യേശുവിനെയോ അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണനെയോ ശിവനെയോ വരച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു തെറ്റും എനിക്ക് അതിനകത്ത് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഞാനിപ്പോ ഒരു ഹിന്ദുവാണ്. ഞാൻ പോയൊരു നമ്മുടെ ഉണ്ണിയേശുവിന്റെയോ അല്ലെങ്കിൽ കർത്താവിന്റെയോ ആരുടെ പടം വരച്ചാലും അതിനകത്തൊരു തെറ്റുള്ളതായിട്ട് എനിക്ക് കാണാൻ പറ്റത്തില്ല. എന്നെ പോലെ ചിന്തിക്കുന്ന ഒരു 10 പേരെങ്കിലും ഉണ്ടായിരിക്കും ഇവിടെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു സമൂഹത്തിൽ അതിനകത്തൊന്നും വലിയ തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോ അത് തെറ്റില്ല, എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ അത് തെറ്റില്ല. എന്നാൽ ഈ ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തി, ഇവരിപ്പോ കുറച്ച് പുതിയ കോൺട്രവേഴ്സികളിൽ വന്ന് പെട്ടിട്ടുണ്ട്. നേരത്തെ ഉള്ളതാണ്. അവരെ ഒരാൾ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു, അതിന്റെ പേരിൽ അവർ കേസ് കൊടുക്കുന്നു, എന്നാൽ ആ കേസ് വിജയിക്കുന്നില്ല. അതിനുശേഷം ഇപ്പൊ അവർ ന്യൂസ് 18 മലയാളം എന്ന് പറയുന്ന ഒരു ചാനൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വെറൈറ്റി മീഡിയയിൽ അവരുടെ ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ന്യൂസ് 18 ഞാൻ കണ്ടു. എന്നാൽ ഒരു മുൻപന്തിയിലുള്ള പല ചാനൽസും ഇവരുടെ വാർത്ത സംപ്രേഷണം ചെയ്യാൻ മടിക്കുന്നു. എന്താണത്? ഏഷ്യാനെറ്റിലോ അല്ലെങ്കിൽ 24ലോ വേറെ ഒരു ചാനലിലും ഞാൻ കാണുന്നില്ല. എന്തുകൊണ്ട്? അതൊക്കെ എനിക്ക് കുറെ സംശയങ്ങൾ എനിക്ക് തോന്നി അതിനകത്ത്. അതുപോലെ തന്നെ ഇവരുടെ ഇന്റർവ്യൂ, ഇവർ കൊടുത്ത ന്യൂസ് 18ലെ കുറച്ച് ക്ലിപ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് ക്ലിപ്സേ ഞാൻ കാണിക്കുന്നുള്ളൂ, കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എനിക്ക് കുറെ സംശയങ്ങളുണ്ട് അതിനകത്ത്. എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് കുറെ ഡൗട്ടുകൾ തോന്നി. ഞാനത് എൻ്റെ സംശയങ്ങളായിട്ട് തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നവർ കമന്റ് ബോക്സിൽ പറയുക. ഇനി എൻ്റെ ഭാഗത്ത് ഞാൻ ചിന്തിച്ചതിനകത്ത് തെറ്റുണ്ടെങ്കിൽ അതാണെങ്കിലും പറയുക കേട്ടോ. ഞാൻ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ എല്ലാവരുടെയും പെർസ്പെക്റ്റീവ്സ് ഡിഫറെന്റ് ആണ്. പക്ഷെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള ആ ഒരു കാര്യം കേൾക്കുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടെ ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഒരു സൊല്യൂഷൻ നമുക്ക് വേണം, ജനങ്ങൾക്ക് വേണം. അതാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അവര് പറയുന്നതും ഇവര് പറയുന്നതും കേട്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ, അങ്ങനെ കൺഫ്യൂസ്ഡ് ആവരുത്. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ കുറച്ച് സംശയങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. അപ്പൊ ആദ്യമേ തന്നെ ഈ ഒരു ജസ്ന പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതിലേക്ക് പോവാം. ഇല്ല, സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്നൊരു സംഭവമാണ്. ഞാൻ ഹണി ട്രാപ്പിൽ അംഗമാണ്, ഞാൻ പലരുടെയും പേരിൽ കേസ് കൊടുത്തു എന്നുള്ളതൊക്കെ ആയിട്ട് വരുന്നത്. ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. പല സാഹചര്യങ്ങൾ എനിക്ക് വന്ന ബുദ്ധിമുട്ടുകൾ കേസ് കൊടുത്തിട്ടുണ്ട്. അതിൽ എനിക്ക് വന്നൊരു ബുദ്ധിമുട്ടാണ്, ഞാൻ ഒരാളാൽ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതെനിക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പൊ പറയുന്നതിന് എനിക്കൊരു വിരോധമില്ല. ആള് തന്നെയാണ് FIRന്റെ കോപ്പി സഹിതം പുറത്തു വിട്ടത്. കാരണം ഞാൻ ഈ സമൂഹത്തിനോട് അത് വെളിപ്പെടുത്തൂല എന്നുള്ള 101% കോൺഫിഡന്റ് അവനുണ്ട്. അതെന്തുകൊണ്ടാ വെച്ചാല്
ഇതൊക്കെ ഞാൻ വരയ്ക്കുന്ന വരയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് അവൻ അത്രയും ധൈര്യത്തോടെ അത് പുറത്തു വിട്ടത്. ഞാൻ അത് പുറത്ത് പറയില്ല എന്ന് അവൻ ഉറപ്പിച്ചത്. മറ്റൊന്നുമല്ല, ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ കുട്ടിക്ക് മദ്രസയിൽ ഉണ്ടായ കുറച്ച് ബുദ്ധിമുട്ട്. 2-3 സ്ഥലത്ത് ഈ ഒരു ഇന്റർവ്യൂ തന്നെ 2-3 സ്ഥലത്ത് ഈ ജസ്ന പറയുന്നുണ്ട്, ഞാൻ വരയ്ക്കുന്ന വരയുമായി ബന്ധപ്പെട്ടാണ് ഇഷ്യൂകളൊക്കെ വരുന്നതെന്ന്. എനിക്കത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്? ഞാൻ വരയ്ക്കുന്ന വരകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഇഷ്യൂകളൊക്കെ വരുന്നതെന്ന്. ഈ ഇഷ്യൂ സംബന്ധിച്ച്, അതായത് കുട്ടിയുടെ കാര്യം പറയുന്നുണ്ടല്ലോ, സംഗതി വേറൊന്നുമല്ല. ഈ കുട്ടി മദ്രസയിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ മദ്രസയിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പം അവിടുത്തെ ഉസ്താദ് ഈ കുട്ടിയോട് എന്തോ മോശമായിട്ട് പെരുമാറി, ഈ ജസ്നയുടെ മകനോട്. അപ്പൊ അതിനുശേഷം ഈ കുട്ടി അവിടെയുള്ള കുട്ടികൾ, ബാക്കിയുള്ള കുട്ടികളെയൊക്കെ ഉപദ്രവിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ജസ്ന ഒരു മെഡിക്കൽ കോളേജില് ഈ കുട്ടിയെ കൊണ്ട് കാണിക്കുന്നു. കാണിച്ചതിന് ശേഷം അവിടുന്ന് പറയുന്നു, അവിടെ വെച്ചിട്ടും ഈ കുട്ടി പറയുന്നുണ്ട് എനിക്ക് സ്കൂളിൽ പോകണ്ട, അതുപോലെ തന്നെ എനിക്ക് മദ്രസയിൽ പോകണ്ട. അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ ജസ്നയുടെ ഒരു സുഹൃത്ത് രതീഷ് കല്യാൺ എന്ന പേരുള്ള ഒരു വ്യക്തി ജസ്നയോട് പറയുന്നു, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, റോഷൻ എന്നാണ് പേര്, നിംഹാൻസിലെ ഡോക്ടറാണ്, സോ അവനെ നമുക്കൊന്ന് കൺസൾട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് റോഷന്റെ അടുക്ക് കൊണ്ടുപോകുന്നു. അപ്പം റോഷൻ പറയുന്നു, റോഷന്റെ അടുക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് റോഷൻ നോക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്നു, വേറൊരു ദിവസം വീട്ടിലേക്ക് വരൂ, കുട്ടിയെ ഇരുത്തിക്കൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് പേഴ്സണലായിട്ട് സംസാരിക്കണം, വീട്ടിലേക്ക് വരൂ എന്നീ ജസ്നയോട് പറയുന്നുണ്ട്. ജസ്ന അവിടെ ചെല്ലുന്നുണ്ട് വീട്ടില്. അവിടെ വെച്ചിട്ടാണ് ജസ്നയോട് ഇയാൾ മോശമായി പെരുമാറുന്നത്, കെട്ടിയിട്ട് ഉപദ്രവിച്ചു എന്നൊക്കെയാണ് ജസ്ന പറയുന്നത്. അപ്പോ ഇതിനകത്തൊക്കെ എനിക്ക് സംശയം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ ഈ റോഷനെ പോയി കണ്ടു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് റോഷൻ വീട്ടിലേക്ക് വന്നതെന്ന് വരാൻ വേണ്ടിയിട്ട് ജസ്നയോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പൊ എവിടെ വെച്ചാണ് ആദ്യമേ, ഹോസ്പിറ്റലിൽ വെച്ചാണോ ഈ റോഷനെ മീറ്റ് ചെയ്യുന്നത്? അതിനെപ്പറ്റി ഒന്നും ഈ ജസ്ന പറയുന്നത് അതിനകത്ത് ഞാൻ ആ വീഡിയോയിൽ കണ്ടില്ല. അപ്പൊ അതൊരു കാര്യം ഒന്ന് ക്ലിയർ ആക്കി തരണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. എവിടെ വെച്ച് മീറ്റ് ചെയ്തു? ഹോസ്പിറ്റലിൽ വെച്ചാണോ? ഹോസ്പിറ്റലിൽ വെച്ച് ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഡോക്ടർ അല്ലാത്ത ഒരാൾ ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? എനിക്കറിയത്തില്ല. അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. എന്തായാലും കുട്ടിയുടെ ഫ്രണ്ടിൽ വെച്ച് സംസാരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് വീട്ടിലേക്ക് വരൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് വീട്ടിലേക്ക് പോയെന്ന് പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് കുട്ടിയെ കാണാതെ തന്നെയാണോ ഈ ഒരു ജസ്നയോട് പറയുന്നത്, കുട്ടിയെ കാണാൻ നിങ്ങൾ നേരിട്ട് വരുമെന്ന്? എനിക്ക് മനസ്സിലായില്ല, അത് ക്ലിയർ ആയിട്ടില്ല. അത് ജസ്ന ക്ലിയർ ചെയ്യണം. അതുപോലെ തന്നെ അപ്പോ അവിടെ വെച്ചിട്ടാണ് ഈ പീഡനം നടക്കുന്നത്. അതിനുശേഷം ജസ്ന കേസ് കൊടുക്കുന്നു. കേസ് കൊടുത്തിട്ട് അതൊരിക്കലും, അതിന്റെ ഇടയ്ക്ക് ജസ്ന കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ തന്നെ. ഞാൻ എല്ലാം ഒന്നും വെക്കുന്നില്ല, കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾ കാണും, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് പോകാം. എനിക്കിപ്പോ ആദ്യമേ തന്നെ ഈ ഒരു സംശയം തോന്നി. അതുപോലെ തന്നെ ജസ്ന പറയുന്നത് മതവുമായിട്ട്, അത് ജസ്നെ ഒരുപാട് പേര്, എനിക്കറിയാം ജസ്നെ ഒരുപാട് പേര് ഈ മതത്തിന്റെ എന്താ പള്ളിയിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറയുന്നുണ്ട്. സോ അങ്ങനെയുള്ള മതപരമായിട്ട് ഒരുപാട് പേര് ആ കുട്ടി ഒരു കൃഷ്ണന്റെ പടം വരയ്ക്കുന്നതുകൊണ്ട് ചിലപ്പം സ്വന്തം മതത്തിൽ നിന്ന് ഒരുപാട് വീട്ടിൽ നിന്ന് വരെ അവരെ പുറത്താക്കിയ, വീട്ടുകാരുടെ കോൺടാക്റ്റിലാന്നൊക്കെ പറയുന്നുണ്ട്. സോ സമുദായത്തിൽ നിന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കാണും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു പ്രശ്നം, അതായത് ഈ ഒരു റേപ്പ് കേസുമായിട്ട് എന്തിനാണ് ഈ ഒരു മതത്തിനെ, എനിക്കത് മനസ്സിലായിട്ടില്ല ഇതുവരെയായിട്ടും. ഇനിയും ഈ ഒരു പയ്യനും, ഈ റോഹൻ, അവന്റെ ശരിക്കുള്ള പേര് ചിലപ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിം പയ്യനാണ് അവനെങ്കിലും, അവനും ഈ മതത്തിലുള്ളവരും കൂടെ കൂടി ചേർന്നാണോ ഈ കുട്ടിയെ ഇങ്ങനെ ചെയ്തത്, ഈ കുട്ടിയെ ഈ ഒരു ഇത്തനെ ഇങ്ങനെ ചെയ്തത്? എനിക്കത് ക്ലിയർ ആവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ മതത്തിലുള്ള ഈ ഒരു കുട്ടിയെ ഇങ്ങനെ, ഈ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ കാണിച്ച എല്ലാ ആളുകളും അവളെ പുറത്താക്കിയത്, ഇല്ലെങ്കിൽ മതപരമായിട്ട് അവളെ ടാർഗറ്റ് ചെയ്ത് കൊടുത്തതാണെങ്കിൽ അത് പുറത്തു വരണം. അതല്ല എങ്കിൽ ഈ കുട്ടി ഒരു എന്താ, മതത്തിനെ ഇങ്ങനെ കൊണ്ടിട്ട് കാണിക്കുന്ന ഒരു പരിപാടി നിർത്തുക. എനിക്ക് അങ്ങനെയും കൂടെ തോന്നി. ബാക്കി സമയത്ത് ഞാൻ എന്റെ സാഹചര്യം എന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞല്ലോ ചിത്രവര തുടങ്ങി 2019 ഫാമിലിയുമായിട്ട് അന്ന് വലിയ കണക്ഷൻ ഇല്ല. വാപ്പയുണ്ട് എന്നല്ലാതെ, വലിയ വാപ്പയമ്മയുണ്ട് എന്നല്ലാതെ വേറെ ഫാമിലികൾ ആരും അംഗീകരിക്കുന്ന ഒരു, ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഇവരൊക്കെ എന്ത് ചിന്തിക്കും, ഇവരെങ്ങനെ ഇത് കണക്കാക്കും? കാരണം ഞാൻ ഈ വരച്ചതിന്റെ പേരിലാണ് ഇത്രയും ഇത് ജോയിന്റ് ആയി പോകുന്നത്, ഈ സംഭവങ്ങളൊക്കെ. അപ്പൊ ഇവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ അത് ആരോടും പറഞ്ഞില്ല. സ്റ്റേഷനിൽ പരാതിപ്പെട്ട എന്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നതാണ്, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നല്ല, കുഞ്ഞുങ്ങളെ കൊല്ലും തന്നെ ഇവൻ പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ വന്ന് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക വരെ ഇവൻ ചെയ്ത് ഇന്നതിന് ശേഷം കേട്ടോ. അന്നെന്ന് വെച്ചാൽ അപ്പൊ നിങ്ങളൊക്കെ ചോദിക്കും വീട്ടിൽ ആരുമില്ലേ, വീടിന് വാതിലില്ലേ എന്നൊക്കെ. എന്റെ വീട് അടിച്ചുറപ്പില്ലാത്തൊരു വീടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷമാണ് ഗോകുലം ഗോപാലേട്ടൻ എനിക്ക് ഒരു അടിച്ചുറപ്പുള്ള വീടാക്കി തരുന്നത്. എന്റെ ഭർത്താവ് എന്ന് വെച്ചാൽ ആ സമയത്ത് ഗൾഫിലാണ്, ഇപ്പോഴും അദ്ദേഹം ഗൾഫിലാട്ടോ. എനിക്ക് അദ്ദേഹത്തിനോട് പറഞ്ഞൂടെ എന്നുള്ള അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരവും കൂടി തരുന്നത്. വീട് വെച്ചത് അന്ന് ലോൺ എടുത്തിട്ടായിരുന്നു. അങ്ങനെ ലോൺ അടയ്ക്കാണ്ട് ഡ്യൂ ആയി ജപ്തി നോട്ടീസ് വന്ന സമയത്താണ് ഇദ്ദേഹം ഗൾഫിൽ പോകുന്നത്. അപ്പൊ ഞാൻ ഇത് അദ്ദേഹത്തിന്റെ അടുത്ത് പറയുകയാണെങ്കിൽ അദ്ദേഹം അവിടെ നിന്നെല്ലാം കൂടി ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് വരും എന്നുള്ളത് എനിക്കറിയാം. പിന്നെ വീടുമില്ല, കുടുംബമില്ല, മാനവും ഇല്ലാത്ത രീതിയിൽ ഞാൻ ജീവിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഒക്കെ ഞാൻ അടക്കി അവിടോട്ട് വരാം. ഞാൻ അതിന് മുന്നേ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ.
ആ ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു. ഇങ്ങനെ അതായത് ഒരുത്തൻ അവരെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നാണ് ആ സ്ത്രീ പറയുന്നത്. അതൊക്കെ ഞാൻ കേൾപ്പിക്കാം നിങ്ങളോട്, അതിനകത്തൊക്കെ കുറെ സംശയങ്ങളുണ്ട് എനിക്ക്. അപ്പൊ അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് അവര് മിണ്ടാതിരുന്നു, ആരോടും മിണ്ടിയിട്ടില്ല, ഹസ്ബൻഡിനോട് പോലും പറഞ്ഞിട്ടില്ല. കാരണം ഹസ്ബൻഡ് പുറത്താണ്, വീടിന് ഒരുപാട് കടങ്ങളുണ്ട്, അപ്പൊ അത് തീർക്കാൻ വേണ്ടിയാണ് പുള്ളി പോയത്. അതുകൊണ്ട് പുള്ളി ചിലപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരും, അതുകൊണ്ട് പറഞ്ഞില്ല എന്നാണ് ആ ഒരു സ്ത്രീ പറയുന്നത്. എനിക്കപ്പോ തോന്നിയൊരു സംശയം, അവർക്ക് ഇങ്ങനെ ഒരു ലൈഫിൽ ഒരു സ്ത്രീക്ക് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം അവർക്ക് സംഭവിച്ചു ഒരു അന്യനിൽ നിന്ന്. അപ്പോ കല്യാണം കഴിഞ്ഞ 2 കുട്ടികളുണ്ട്. അപ്പൊ ഇത്രയും ഒരു മെന്റലി ഡൗൺ ആവുന്ന ഒരു സമയത്ത് ഏതൊരു സ്ത്രീ ആണെങ്കിലും സ്വന്തം ഹസ്ബൻഡിനോട് എന്തൊരു കാര്യം ആയിക്കോട്ടെ, എത്ര ബുദ്ധിമുട്ടി അയാൾ അവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞാലും അയാളോട് പറയാതിരിക്കുമോ? എനിക്കത് ഇപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഡൗട്ടുള്ള ഒരു കാര്യമാണ്. പറയാതിരിക്കുമോ? അവരതിനകത്ത് പറയുന്നത് അവിടെ കടങ്ങളുണ്ട്, അത് തീർക്കാൻ വേണ്ടി പുള്ളി പോയി കിടക്കുകയാണ്, പറഞ്ഞ ഉടനെ പുള്ളി തിരിച്ചു വരും. പക്ഷെ എത്രയൊക്കെ കടത്തിനെക്കാട്ടിൽ ഇപ്പം അതുപോലെ തന്നെ ഇവര് പറയുന്നുണ്ട് അയാൾ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ഫിയർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഭർത്താവ് അടുത്ത് വേണോന്നല്ലേ ആരാണെങ്കിലും ആഗ്രഹിക്കുള്ളൂ. ഭർത്താവ് വരട്ടെ, കടത്തിന്റെ മേൽ വീട് പോയാലും ബാക്കി എന്തെങ്കിലും നോക്കാം, എന്റെ ജീവനാണ് ഞാൻ നോക്കേണ്ടത് ഫസ്റ്റ് എന്നുള്ളൊരു തോട്ടല്ലേ എല്ലാവർക്കും പോവുള്ളൂ. അപ്പൊ അതെല്ലാം വിടുക. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഹസ്ബൻഡിനോട് പറയാതിരിക്കും ഒരു സ്ത്രീ. എന്റെ ഒരു സംശയമായത്. നിങ്ങൾ പറ, സ്ത്രീകൾ കാണുന്നവർ കാണുമല്ലോ, നിങ്ങൾ പറ. നമുക്ക് ഞാൻ അപ്പം അങ്ങനെ ഒരു ജനറലൈസ് ചെയ്ത് പറയല്ല, എന്നാലും എൻ്റെ നമ്മുടെ ആരുടെയെങ്കിലും ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അടുക്ക പറയാതിരിക്കുമോ? എനിക്കെന്തോ അതിലൊക്കെ കുറച്ച് സംശയങ്ങൾ തോന്നി. ഞാൻ പറഞ്ഞില്ല, എന്റെ മാത്രം പെർസ്പെക്റ്റീവില് എനിക്ക് വന്ന കുറച്ച് സംശയങ്ങളാണ്. എല്ലാവർക്കും ഇത് ഉണ്ടാവണമെന്നില്ല, നിങ്ങൾക്ക് ഇതിനൊക്കെയുള്ള റീസൺസും കാണും, അത് പറയുക. പക്ഷെ ആസ് എ ലൈക്ക് ഞാനൊന്ന് കിഴിഞ്ഞു നോക്കിയപ്പോ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. അങ്ങനെ ഒരാൾ പറയാതെ ഇരിക്കുമോ? ബാക്കി ഞാൻ ഈ ദേശം മോഹന്റെ ഉമ്മാനെ പോയി കോണ്ടാക്ട് ചെയ്തു. ഇവന്റെ ഉമ്മ എന്ന് പറയുന്നത് സാരണ ബാങ്ക്, മെഡിക്കൽ കോളേജിന്റെ അടുത്ത് സാരണ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ സത്യം അറിയണമെന്നുണ്ടെങ്കിൽ 2019 അവിടുത്തെ മെഡിക്കൽ കോളേജിലെ സാരണ ബാങ്കിന്റെ CCTV ദൃശ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഞാൻ സ്ത്രീയുടെ കാല് പോയി പിടിച്ച് പറഞ്ഞിട്ടില്ല, ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ച് ഇനിയും മുന്നോട്ട് ഉപദ്രവിക്കും എന്നാണ് ഇവൻ പറയുന്നത്. എനിക്ക് ആരുമില്ല, എനിക്ക് കൂടില്ല, കുടുംബമല്ല, എനിക്ക് 2 മക്കളെ ഉള്ളൂ, ഭർത്താവ് ഗൾഫിലാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല, എന്നെ ഒന്ന് സഹായിക്കെന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ കാല് പിടിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അന്ന് ആ സ്ത്രീ പറഞ്ഞത് എന്താണെന്നറിയോ? മോളെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല, എൻ്റെ മോന് 16-ാം വയസ്സ് തൊട്ട് ഇക്ര ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഓനൊരു സൈക്കോ പേഷ്യന്റ് ആണ് എന്ന് പറഞ്ഞു. ആ തള്ളനെ വരെ ഇവൻ തല്ലിയിട്ടുണ്ട് എന്ന് ആ സ്ത്രീ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. ഇന്നത് മാറ്റി പറയുമെന്നല്ല എനിക്കറിയില്ല. മാറ്റി പറയുന്നതിന്റെ അല്ല, അവൻ അങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലീസുകാർ ഇടപെട്ട്, പോലീസുകാരുടെ കാര്യവും ഈ ഒരു വ്യക്തി, ഈ ഒരു സ്ത്രീ പറയുന്നുണ്ട് ഇതിനകത്ത്. കാരണം കേസ് കൊടുത്ത സമയത്ത് അവര് പറഞ്ഞിരുന്ന, അവര് കൊടുത്ത പല തെളിവുകളും കോടതിയിൽ വന്നപ്പോഴത്തേക്ക് മാറിപ്പോയി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഉന്നയിക്കുകയാണ്, കോടതിക്കെതിരെ അവരൊരു കാര്യം ഉന്നയിക്കുകയാണ്, കോടതിയിൽ എത്തിയപ്പോൾ അല്ലെങ്കിൽ ഇവിടുത്തെ നിയമവ്യവസ്ഥക്കെതിരെ അവരൊരു കാര്യം ഉന്നയിക്കുകയാണ്. അവര് പറഞ്ഞ പല തെളിവുകളും, കൊടുത്ത പല തെളിവുകളും, ഈ പോലീസുകാർ ചെന്ന് ഇവന്റെ വീട് വളഞ്ഞു ഈ ഒരു കേസിന് ശേഷം ഇവനെ പിടിച്ചോണ്ട് വരാൻ. ആ സമയത്ത് ഏതോ ഒരു കോൺഗ്രസ് ഏതോ ഒരു നേതാവ് വിളിച്ചു പറഞ്ഞ് അവനെ അറസ്റ്റ് ചെയ്യുന്നത് മാറ്റിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാര് ഉണ്ടെങ്കിൽ എന്താ, ഏതൊരു കേസ് തള്ളിക്കളയാന്നാണോ? ഏതെങ്കിലും ഒരു നേതാവ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കേസ് മുക്കാന്നാണോ? അതുപോലെ തന്നെ അവർ നിയമവ്യവസ്ഥയാണ് ചോദ്യം ചെയ്യുന്നത്. അവര് കൊടുത്ത പല തെളിവുകളും കോടതിയിൽ എത്തിയപ്പോഴത്തേക്ക് മാറിപ്പോയി എന്നവർ പറയുന്നുണ്ട്. കോടതിക്കെതിരെ ഇവിടെ കോടതി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ പല കാര്യത്തിനും പല വിഷയങ്ങൾ വരുമ്പോൾ കോടതി നേരിട്ട് ഇടപെട്ട് കേസെടുക്കുന്നുണ്ട്. ഇവര് കോടതിക്കെതിരെയാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു വിമർശനം. എന്തുകൊണ്ട് കോടതി ഇടപെടുന്നില്ല? അതുപോലെ തന്നെ ഇവരിനകത്ത് പറയുന്നുണ്ട്, സുരേഷ് ഗോപി, നമ്മുടെ തൃശ്ശൂരിന്റെ സ്വന്തം സുരേഷ് ഗോപി ചേട്ടൻ തന്നെ ഭയങ്കരമായിട്ട് 2015 തൊട്ടെങ്ങാണ്ട് ഇവർക്ക് അടുപ്പമുണ്ട് പുള്ളിയായിട്ട്. പുള്ളിക്ക് ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, മോദിജിക്ക് നേരിട്ട് ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ഒരു സ്ത്രീ, അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ, അവർ കോടതിക്കെതിരെ ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ ഇവരെല്ലാം ഇടപെടണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ അത് പുറത്ത് കൊണ്ടുവരണം. ഞാൻ അതും പറയുന്നുണ്ട്. അവരുടെ ഭാഗത്ത് അവര് പെട്ടുപോയതാണെങ്കിൽ അവരെ സഹായിക്കണം. എന്നാൽ അവർ പറയുന്നതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുറച്ച് കാര്യങ്ങളിൽ ഒരു ഡൗട്ട് തോന്നി. അത് ഞാൻ എപ്പോഴും പറയും. അത് അവർ ക്ലിയർ ചെയ്യുന്ന, അവർ ഇനി ഇന്റർവ്യൂലോ ഇനി എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് ക്ലിയർ ആക്കുമായിരിക്കും. പെട്ടെന്ന് അവരുടെ പെട്ടെന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിയതാണെന്ന് വരെ വേണമെങ്കിൽ പറയാം, എനിക്കറിയില്ല. പക്ഷെ എനിക്കെന്തായാലും ഇങ്ങനത്തെ കുറച്ച് സംശയങ്ങളുണ്ട്. അതെന്തോ പ്രത്യേകിച്ച് ഒരു സ്ത്രീ ഹസ്ബൻഡിനോട് പറയാതിരിക്കുമോ ഇങ്ങനൊരു പ്രശ്നമൊക്കെ വരുമ്പോഴത്തേക്ക്? കുറച്ചും കൂടെ പിന്നെ എനിക്ക് മെയിനായിട്ട് വന്ന 1-2 കാര്യം ഞാൻ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് മെയിനായിട്ട് തോന്നിയ എന്തോ ഒരു കൺഫ്യൂസ്ഡ്
ഒരു സീനിലേക്ക് എന്നെ തള്ളിയിട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് പോവാം. ബാക്കി കാണുക. പിന്നെ എന്നോട് പല പ്രാവശ്യങ്ങളിലായിട്ട് പൈസ ആവശ്യപ്പെട്ട് ഞാനത് പണയം വെച്ച് കൊടുത്തതിന്റെ റെസീറ്റ് വരെ ഞാൻ സ്റ്റേഷനിൽ കാണിച്ചെടുത്തു. എല്ലാതും ഈ പറഞ്ഞത് പോണം. ഒരിക്കൽ ഗോകുലം ഗോപാലേട്ടനെ ഇത് ലോൺ അടയ്ക്കാൻ തന്ന പൈസ അതും ഞാൻ കൊടുത്തതായിട്ട് ഞാൻ കാണിച്ചു. ഇതൊക്കെ കോടതിയിൽ എത്തിയപ്പോഴേക്ക് മാറി മറിഞ്ഞത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. കണ്ടോ, അവര് പറയുന്നുണ്ട്, അവര് പറഞ്ഞ കൊടുത്ത കുറെ തെളിവ്, ആ തെളിവിനെ പറ്റി നമുക്ക് സംസാരിക്കാം. കൊടുത്ത കുറെ തെളിവുകൾ കോടതി എത്തിയപ്പോ മാറി മറിഞ്ഞു. കോടതി ഇടപെട്ടേ പറ്റൂ. കോടതിയെതിരെയുള്ള ഒരു വിമർശനമാണ്, ഇവിടുത്തെ നിയമ നടപടിക്കെതിരെയുള്ള ഒരു വിമർശനമാണ്, പോലീസുകാർക്കെതിരെയുള്ള വിമർശനമാണ്. സോ ഇടപെട്ടേ പറ്റൂ. എന്നാൽ അവര് പറയുന്നത് അവരെ അവൻ ഭീഷണിപ്പെടുത്തി, അവര് കാശ് കൊടുത്തു എന്നീ ഒരു വ്യക്തി പറയുന്നുണ്ട്. അപ്പോ ഭർത്താവ് പുറത്താണ്, ഭർത്താവ് പോയിരിക്കുന്നത് വീട്ടിലെ കടങ്ങൾ എല്ലാം പ്രശ്നങ്ങളാണ്, അതുകൊണ്ടാണ് ഭർത്താവ് പോയിട്ട് ഭർത്താവിനെ ഞാൻ വിളിച്ച് പറയാത്തത്, ഭർത്താവ് തിരിച്ചു വരും എന്നിവര് സ്ഥലത്ത് പറഞ്ഞു എന്നിവര് പറഞ്ഞിട്ടുണ്ട്. ഇവര് തന്നെ ഈ വൃത്തികേട് കാണിച്ചവൻ പിന്നെയും ഭീഷണിപ്പെടുത്തുമ്പോൾ എന്തിന് കാശ്, അതും ഭർത്താവ് അടക്കുന്നത് കഷ്ടപ്പെടുക. അപ്പൊ എന്തിന് ഇവര്, എനിക്ക് അങ്ങനെയുള്ള കുറച്ച് സംശയങ്ങൾ വന്നോ. അങ്ങനെയൊക്കെ ഉള്ളപ്പോ ഇവര് പിന്നെ ഇവൻ കാശ് ചോദിക്കുമ്പോൾ കൊണ്ട് കൊടുക്കുവോ, അതോ അവൻ ഭീഷണിപ്പെടുത്തിയിട്ടാണ്, അവന്റെ എന്തോ വീഡിയോ ഉണ്ട് അതവൻ പുറത്തു വിടുമെന്നും പറഞ്ഞ്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോൾ ഭർത്താവിനോട് പറയില്ല ഏതൊരു ഭാര്യയാണെങ്കിലും. എന്റെ ചോദ്യമാണ് ഇതൊക്കെ. അല്ലാതെ കൊണ്ട് കൊടുക്കുവോ? അതുപോലെ തന്നെ ഗോകുലം ഗോപാലൻ സാറ് കൊടുത്ത പൈസ വരെ അവന് കൊണ്ട് കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വീടിന് വേണ്ടി അത്രയും കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു ജസ്ന. അവരുടെ ഭർത്താവ് അതുപോലെ നിൽക്കുന്നതാണ്, അതുകൊണ്ടാണ് ഭർത്താവിനോട് ഈ കാര്യം പറഞ്ഞ് തിരിച്ചു വിളിക്കാത്തത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ പൈസ കൊടുക്കുവോ? ഈ കുഞ്ഞു തലയിലെ കുറച്ച് സംശയങ്ങളാണ് ഇതൊക്കെ. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്ക് ഇത് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക ഇങ്ങനെയുള്ള സംശയങ്ങൾ. തീർച്ചയായിട്ടും അങ്ങനെ കെട്ടിയിട്ടിട്ടാണ് മോന് ചെയ്തത്. അത്ര എനിക്കത് പറഞ്ഞു. എന്നിട്ട് എന്റെ ആ വിഷ്വൽ അവന്റെ കയ്യിലുണ്ട്. അത് കാരണം എനിക്ക് അന്നും എന്നെ 10 പേരറിയും. എനിക്ക് പുറത്ത് വിട്ടാല് ഞാൻ നാറും, അല്ല എന്നെ നാട്ടിക്കും എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അന്ന് ചിന്തിച്ച് എനിക്ക് ആരും ഇല്ല പറയാന്. എനിക്ക് എന്റെ കുടുംബക്കാരെങ്കിലും വെച്ച് പിന്നെ ദുരുപയോഗം ചെയ്യാൻ അങ്ങനെയുള്ള ഭീഷണിപ്പെടുത്തിയോ? ഞാൻ ആ കേസിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അങ്ങനത്തെ എന്റെ തുണിയില്ലാത്ത ഞാനും അവനും ബന്ധപ്പെടുന്നെന്ന് പറയുന്ന വീഡിയോ അവന്റെ കയ്യിലുണ്ടെന്നും അതെന്റെ സഹോദരിയുടെ ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, സഹോദരിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ആദ്യമേ പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞ ഇത് കേട്ടപ്പോൾ ആദ്യമേ സങ്കടം തോന്നിയേ. ഞാൻ 2-3 പ്രാവശ്യം ഈ ഒരു സംഭവം കേട്ട് നോക്കി, എന്തോ എനിക്കൊരു മിസ്റ്റേക്ക് തോന്നി. സംഗതി വേറൊന്നുമല്ല, ആദ്യമേ പറയുന്നത് എന്നെ കെട്ടിയിട്ട് അവൻ ഉപദ്രവിച്ചു എന്നൊരു സാധനം പറയുന്നുണ്ട്. അതിനുശേഷം വീഡിയോ ക്ലിപ്പിന്റെ കാര്യം വന്നപ്പോൾ പറയുന്നത് ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടപ്പോഴുള്ള വീഡിയോ വെച്ച് അവൻ ഭീഷണിപ്പെടുത്തുന്നു എന്നൊരു സാധനം പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ രണ്ടും എക്സ്ട്രീമിലെ ആന ആടും പോലെ വ്യത്യാസമുണ്ട്. ഒരാളെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന് പറയുന്നതും ഞങ്ങൾ തമ്മിൽ ശാരീരിക ബന്ധത്തിലുള്ള വീഡിയോ എടുത്തു, ഇത് രണ്ടും നല്ല ഡിഫറെന്റ് ഉള്ള കാര്യങ്ങളാണ്. ഒരു വീഡിയോയിൽ ഒരു ഇന്റർവ്യൂ എന്ന് പറയാൻ പറ്റില്ല, അതൊരു ഇന്റർവ്യൂ പോലല്ല. ഓക്കെ, എന്നാ അങ്ങനെ ഇന്റർവ്യൂ ലൈക്ക് ഒരു കോൺവെർസേഷൻ, ഒരു റിപ്പോർട്ടറായിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ അവര് പറയുന്ന അവരൊറ്റ ഇതിൽ തന്നെ അവർ പറയുന്നതാ. എനിക്കത് കേട്ടപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എന്താണ് ഇവർ ഇങ്ങനെ പറയുന്നത്? ആദ്യമേ പറഞ്ഞു കെട്ടിയിട്ടു, പിന്നെ പറയുന്നു ഞങ്ങൾ തമ്മിൽ ഉള്ള സമയത്തെ വീഡിയോ. കെട്ടിയിട്ട് ചെയ്യുന്ന അങ്ങനെ ഒരു വൃത്തികേടവൻ ചെയ്യുന്ന ഒരു വീഡിയോ അവനെടുത്ത് പുറത്തിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ആണെങ്കിലും അവനെ കണ്ടുപിടിച്ച് അവന്റെ ജീവിതം പോകും, ഇല്ലേ? നേരെ മറിച്ച് ഇവർ 2 പേരും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യമാകുമ്പോഴത്തേക്ക് അത് വേറെ രീതിയിലാണ് പ്രശ്നമാകാൻ പോകുന്നത്. അപ്പൊ എനിക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവര് ഇതിനകത്ത് പറയുന്ന കേട്ടപ്പോൾ എനിക്ക് കുറച്ച് സംശയങ്ങൾ തോന്നി. അത് ഞാൻ ഇവിടെ തുറന്നു പറയുന്നു. അവരുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ. ഇനി അതല്ല, അവര് പറയുന്നതിനകത്ത് കള്ളത്തരമുണ്ടെങ്കിൽ അതും പുറത്തു വരണം. ഓക്കെ, ഈ ഒരു വിഷയം ഞാൻ കുറച്ചായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ പക്ഷെ ആദ്യമേ തന്നെ പറഞ്ഞില്ലേ, മെയിൻ സ്ട്രീമിലുള്ള മെയിനായിട്ട് ഇപ്പൊ ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ, റിപ്പോർട്ടർ 24, ഇവരാരും ഈ ഒരു വാർത്തയെ പറ്റി സംസാരിക്കുന്നത് ഞാൻ കാണുന്നില്ല. ഇനി ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇതുവരെയായിട്ടും അങ്ങനെ കണ്ടില്ല. എന്താണെന്ന് എനിക്കറിയില്ല, അവരൊന്നും ആരും അടുക്കാത്തത് ഈ ഒരു വാർത്തയോട്. അപ്പൊ എനിക്കും കുറെ സംശയങ്ങൾ, അവർ ചിലപ്പോൾ ഇനി സംശയങ്ങൾ ഉള്ളത് കൊണ്ടാണോ, എനിക്കും ഇങ്ങനെയുള്ള കുറച്ച് സംശയങ്ങളുണ്ട്. ഇത് മാറുന്ന രീതിയിലുള്ള എന്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും അവർ വന്ന് പറയട്ടെ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാം.
അപ്പൊ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പറയുക, നിങ്ങൾക്ക് എന്താണ് ഇനി ഇതിനകത്തൊരു നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെങ്കിലും എനിക്ക് അറിയണം. കമന്റ് ഇടുക. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നോട് ദേഷ്യം തോന്നണ്ട. ഞാൻ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ആദ്യം തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ പേഴ്സ്പെക്റ്റീവ് ചില കാര്യത്തോടുള്ള എൻ്റെ പേഴ്സ്പെക്റ്റീവ് ആയിരിക്കത്തില്ല നിങ്ങളുടെ. അതൊരു നോർമൽ മനുഷ്യരാണെങ്കിൽ അങ്ങനെയാണ്. നമുക്ക് എല്ലാവർക്കും ഒരേ കാര്യം തന്നെ ഒരേ അഭിപ്രായം വരണമെന്നില്ലല്ലോ. ഞാൻ നിങ്ങളുടെ അഭിപ്രായത്തെ മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുക. എനിക്ക് ഇങ്ങനത്തെ കുറച്ച് സംശയങ്ങൾ തോന്നിയ സംശയങ്ങൾ തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തൊക്കെയോ എൻ്റെ ഒരു നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട് ഇപ്പോഴും. ഇല്ലെങ്കിൽ അത് തെറ്റാണെന്ന് കുറച്ചുകൂടെ പ്രൂവ് ചെയ്യേണ്ടത് ആ ഒരു വ്യക്തിയാണ്, ആ ഒരു സ്ത്രീയാണ്. അവർ മുന്നോട്ട് വരട്ടെ. അതുപോലെ തന്നെ അവർക്കെതിരെ അവരെ ഭയങ്കരമായിട്ട് അവർക്ക് മോശം അനുഭവങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ സത്യമാണെങ്കിൽ, സത്യം അവരുടെ കൂടെ ആണെങ്കിൽ അത് വിജയിക്കണം. അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുണ്ട്, സത്യം ആരുടെ കൂടെയാണോ അത് ജയിച്ചിരിക്കണം. എന്നാലേ ഇവിടുത്തെ നിയമ വ്യവസ്ഥയോട് ഇച്ചിരിയെങ്കിലും ഒരു പൊടിക്കെങ്കിലും ബഹുമാനം തോന്നത്തുള്ളൂ. ഓക്കെ, അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.